ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് നവംബർ 19. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കൽ മാറ്റിവെക്കാൻ കേരളം സുപ്രീം കോടതിയിൽ. വോട്ടർ പട്ടികയുടെ പ്രത്യേക സംക്ഷിപ്ത പുതുക്കൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്നത് ഭരണപരമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സംസ്ഥാനം കോടതിയെ സമീപിച്ചത്. പ്രവർത്തനപരമായ പ്രതിസന്ധി ഒഴിവാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും സംസ്ഥാനം അഭ്യർത്ഥിച്ചു. അൽഫലാഹ് യൂണിവേഴ്സിറ്റി സ്ഥാപകൻ അറസ്റ്റിൽ. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി വൈറ്റ് കോളർ തീവ്രവാദ സംഘത്തിൽപ്പെട്ടവർ ജോലി ചെയ്ത അൽഫലാഹ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന ഓഫീസിലുൾപ്പെടെ 25-ൽ സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. യൂണിവേഴ്സിറ്റി സ്ഥാപകനായ ജാവേദ് അഹമ്മദ് സിദ്ദിയെ ഇഡി അറസ്റ്റ് ചെയ്തു. UAPA കേസ്. പ്രായപൂർത്തിയാകാത്ത മകനെ IS-ൽ ചേർക്കാൻ ശ്രമം. തിരുവനന്തപുരം വെമ്പായം സ്വദേശിനിയായ യുവതിക്കും രണ്ടാം ഭർത്താവിനുമെതിരെ UAPA. 16 വയസ്സുകാരനെ തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിക്കാനും ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർക്കാൻ പ്രേരിപ്പിക്കാനും ശ്രമിച്ചതിന് തിരുവനന്തപുരം സ്വദേശിനിക്കും ഇവരുടെ രണ്ടാം ഭർത്താവിനുമെതിരെ UAPA ചുമത്തി കേസെടുത്തു. ഡിജിറ്റൽ തെളിവുകളും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മൊഴിയും ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്നതായി പോലീസ് അറിയിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണ്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ അന്തേവാസികൾക്ക് വോട്ടവകാശമുണ്ടെന്ന് ഹൈക്കോടതി. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും പുനരധിവാസ കേന്ദ്രങ്ങളിലും താമസിക്കുന്ന വ്യക്തികൾക്ക് വോട്ടവകാശമുണ്ടെന്ന് കേരള ഹൈക്കോടതി വ്യക്തമാക്കി. നിയമപരമായി അയോഗ്യരാണെന്ന് കോടതി പ്രഖ്യാപിക്കാത്ത പക്ഷം മാനസികാരോഗ്യ പ്രശ്നമുള്ളവരും ഭൗതിക വൈകല്യമുള്ളവരും രാജ്യത്തെ പൗരന്മാരാണെന്നും അവർക്ക് അവരുടെ ഇഷ്ടാനുസരണം വോട്ട് ചെയ്യാൻ കഴിയുമെന്നും കോടതി നിരീക്ഷിച്ചു. അൻമോൾ ബിഷ്ണോയിയെ ഇന്ത്യയിലേക്ക് നാടുകടത്തി. പ്രശസ്ത ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയിയുടെ ഇളയ സഹോദരനും കേസുകളിൽ പ്രതിയുമായ അൻമോൾ ബിഷ്ണോയിയെ USA ഇന്ത്യയിലേക്ക് നാടുകടത്തി. പ്രശസ്ത പഞ്ചാബി ഗായകനും കോൺഗ്രസ് നേതാവുമായ സിദ്ധു മൂസേവാലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസുകളിലെ മുഖ്യപ്രതികളിൽ ഒരാളാണ് അൻമോൾ. കൊലപാതകം നടന്നതിന് തൊട്ടു പിന്നാലെ അൻമോൾ ബിഷ്ണോയി ഇന്ത്യ വിട്ടതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൽ 3 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനമായ ട്രോപ്പിക്കൽ ബയോ സമ്മിറ്റ് 2025 ആരംഭിച്ചു. പനങ്ങാട് ക്യാമ്പസിലാണ് സമ്മേളനം നടക്കുന്നത്. ഉഷ്ണമേഖലാ ഈർപ്പഭൂമികളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള തന്ത്രങ്ങളും ദീർഘകാല സംരക്ഷണത്തിനായുള്ള സുസ്ഥിരമായ ബയോ ഫിനാൻസ് മാതൃകകളും സമ്മേളനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ അവതരിപ്പിക്കുന്നു. ബീഹാറിൽ NDA സീറ്റ് ധാരണയായി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനാദൾ NDA സഖ്യം സീറ്റ് വിഭജനത്തിൽ ധാരണയിലെത്തി. പുതിയ സർക്കാർ നവംബർ 22 മുമ്പ് നിലവിൽ വരുമെന്ന് ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പാസ്വാൻ അറിയിച്ചു. ബംഗളൂരുവിൽ വൻ മയക്കുമരുന്ന് വേട്ട. 7.7 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടികൂടി. 14 വിദേശികൾ ഉൾപ്പെടെ 19 പേർ അറസ്റ്റിലായി. മയക്കുമരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട് 14 വിദേശികൾ ഉൾപ്പെടെ 19 പേരെയാണ് ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്ത തുടരും. സൈനിങ് ഓഫ്.